കേന്ദ്രമന്ത്രിയായി മടങ്ങിയെത്തുന്നു. ഞാൻ എത്ര സ്ഥലത്ത് പറയും എത്ര സ്ഥലത്ത് പറയും ഇതൊരു സ്പെഷ്യൽ യാത്രയാണല്ലോ ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ BJP MP എന്ന നിലയ്ക്ക് എൻ്റെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. വലിയ അഭിമാനമുള്ള യാത്രയാണത്. എൻ്റെ കുടുംബത്തിനായാലും ഞാൻ ജനിച്ചു വീണ ആലപ്പുഴ എന്ന് പറയുന്ന മണ്ണിലായാലും എന്നെ വളർത്തി എന്നെ നല്ല ദിശയിലേക്ക് മാത്രം നയിക്കുമാറ് നല്ല സംഘങ്ങളുടെ ഒരു സഹജീവനം എന്ന് പറയുന്നത് എൻ്റെ കൊല്ലത്തെ ഗ്രാമം, കൊല്ലം പട്ടണം, അച്ഛൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ മക്കൾ, ഇതെല്ലാം എൻ്റെ ഒരു ബ്രിങ്ങിങ് അപ്പിൽ വലിയ പാർട്ടിക്കിൾസാണ്. അവരുടെ എല്ലാം സംഭാവന എന്ന് പറയുന്നതായിരിക്കാം. നിങ്ങളൊന്ന് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ അംശങ്ങളെല്ലാം അവരിൽ നിന്നൊക്കെ സ്വാംശീകരിച്ചാണ്. എൻ്റെ ഗുരുക്കന്മാർ, ഞാൻ പഠിച്ച ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളായാലും തങ്കശ്ശേരിയിലെ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ആയാലും എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും എനിക്ക് ദൈവങ്ങളായി മാറുന്ന മുഹൂർത്തമാണ്. അവർ തന്ന അംശങ്ങൾ തന്നെയാണ് എന്നെ ഈ മുഹൂർത്തത്തിൽ എത്തിച്ചിരിക്കുന്നത്. അതിന് വലിയ പങ്കുണ്ട്. എൻ്റെ ആരാധന കേന്ദ്രങ്ങൾ, വിചാരങ്ങൾ, ഇതെല്ലാം എന്നെ അനുഗ്രഹം തന്ന് ഇപ്പോൾ ഈ മുഹൂർത്തത്തിൻ്റെ സൃഷ്ടിയിൽ ആ അനുഗ്രഹമാണല്ലോ. അപ്പോൾ ആരോടൊക്കെയാണ് നന്ദി ഞാൻ ചൊല്ലേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ ഭാരമാണ്. ആ നന്ദി എത്തേണ്ട ഇടങ്ങൾ എന്ന് പറയുന്നത് വലിയ ഭാരമാണ്. പ്രധാനമന്ത്രി തന്നെ ഈ വിജയത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു കേരളത്തിലെ വിജയത്തെക്കുറിച്ച്. ഏറ്റവും ആദ്യം അവർക്കെല്ലാം അത് അവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ലോകത്തേക്ക് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ഗവർണൻസിന്റെ ഒരു തിളക്കം എന്ന് പറയുന്നത് ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അതിൽ അവർക്ക് ഇതുവരെ കൂടെ കൂട്ടാൻ കഴിയാഞ്ഞ ഒരു പ്രദേശം വന്നു ചേർന്നത് തന്നെയാണ്. അല്ലാതെ ആരും ഇത് BJPക്കുള്ള വോട്ടെന്ന് പറഞ്ഞ് നൽകിയതാണെന്നൊന്നും ഞാൻ അവകാശവാദം ഒരിക്കലും. എൻ്റെ പ്രവർത്തകരുടെ ശക്തമായ വർക്കുണ്ടായിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഞാൻ കാലത്ത് പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. ബൈബിളിൽ നിന്ന് ചവിട്ടി താഴ്ത്തപ്പെടുമ്പോൾ നീ നാഥനെ കെട്ടിപ്പിടിക്കുന്നവനാണെങ്കിൽ, നാഥനിൽ വിശ്വാസം അർപ്പിക്കുന്നവനാണെങ്കിൽ, അവൻ നിനക്ക് വേണ്ടിയുള്ള പോരാളികളായ പടയാളികളെ വിട്ടുതരും. ആ പടയാളികളായി തൃശ്ശൂര് യഥാർത്ഥ റിയൽ സെക്യുലറിസ് മാറി അവരെന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എനിക്കിതിനെ കരുതാൻ പറ്റും. ആണോ? എനിക്കറിയില്ല. അല്ല, ഇതൊന്നും അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ വേറെ പലരുടെയും അധ്വാനത്തെ ചോദ്യം ചെയ്യേണ്ടി വരും. നടനം നിലയിൽ കിട്ടിയ വോട്ടാണ്, അല്ലാതെ പാർട്ടിയുടെ രാഷ്ട്രീയ വോട്ടല്ല. മറുപടി ഉണ്ട് എൻ്റെ അടുത്ത്. അത് പക്ഷേ എനിക്ക് എൻ്റെ ലീഡർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ചെളിയേറായിപ്പോവും. ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും കൂടെയാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അതൊരു ലൈസൻസ് ആയിട്ട് ഇങ്ങനെ വേണ്ടാതീനം പറയുന്നവർക്ക് കരുതാം. ഞാൻ അവരെ തിരിച്ചൊന്നും പറയില്ല. ജയിച്ച ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രി കാണാൻ പോകണം, എന്താണ് പ്രധാനമായിട്ട് ആവശ്യപ്പെടാനുള്ള മീറ്റിംഗ് അല്ലേ? അതെ, അതെനിക്കിപ്പോൾ പറയാൻ പറ്റുമോ? ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാം. എനിക്കെല്ലാം മൊമെന്ററി ഇമ്പൾസാണ്. ആ മൊമെന്റിൽ ഞാൻ എന്ത് പറയണമെന്നുള്ളത് എനിക്ക് എൻ്റെ ഈശ്വര വിശ്വാസം എനിക്ക് പതിച്ചു തന്നിട്ടുള്ള ഹൃദയത്തിൻ്റെ ഒരു കപ്പാസിറ്റിയുണ്ട്. അത് വെച്ചിട്ട് അന്നേരം വരും, ചോദിക്കും, പറയും. അതുവരെ അങ്ങനെ തന്നെയാണ് ഇത്രയും കാലം അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് എനിക്ക് സാധ്യമായിട്ടുള്ളത്. കേന്ദ്രമന്ത്രി എന്നൊരു പദവി അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ അത്തരമൊരു വിചാരങ്ങളൊക്കെ ഉണ്ടോ? അതെന്നെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ചുമതലയാണ്. അതെനിക്കൊരു ചങ്ങലയാണെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 10 വകുപ്പുകളുടെ ഒരു ഇൻകോർപ്പറേഷൻ ഇൻ ടു ഓപ്പറേഷൻസ് വിച്ച് ഐ നീഡ് ടു ഇംപ്ലാന്റ് ഇൻ കേരള. അതിന് ഞാനൊരു 1, 2, 3 വകുപ്പിൽ ഒതുങ്ങിപ്പോയാൽ അത് നല്ലതല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.